പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു ചോദ്യത്തോടെയാണ് ഞാൻ ആരംഭിക്കുന്നത്. വാശി അഥവാ പിടിവാശി നല്ലതാണോ മോശമാണോ? ഉറപ്പായും എല്ലാവരും പറയും മോശമാണ്. എന്നാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ചില പിടിവാശികൾ നല്ലതായിട്ട് മാറിയേക്കാം. വാശി എന്നുള്ള മലയാള പദത്തിന് ഇംഗ്ലീഷിൽ സ്റ്റബേൺനെസ്, പെർസിസ്റ്റൻസ്, അതായത് ഷാഠ്യം, പിടിവാശി അല്ലെങ്കിൽ സ്ഥിരോത്സാഹം എന്നാണ് അർത്ഥമാക്കുന്നത്. സന്ദർഭത്തിനനുസരിച്ച് ശക്തമായ മത്സര മനോഭാവം, ദൃഢനിശ്ചയം അല്ലെങ്കിൽ വെല്ലുവിളി എന്നിവയും ഇതിന് അർത്ഥമാക്കാം. അങ്ങനെ സാഹചര്യങ്ങളനുസരിച്ച് ചിലപ്പോൾ ചില പിടിവാശികൾ നല്ലതായിട്ട് മാറിയേക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു 1-1.5 പിടിവാശിക്കാരനായിരുന്നു എന്നാണ് വീട്ടുകാർ പറയാറുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി, പലത് നേടുവാൻ വേണ്ടി ഞാൻ സ്വന്തം നെഞ്ചിലടിച്ച് കരയുമായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നു, എൻ്റെ ഡാഡിയും മമ്മിയും അവർ മാത്രമായിട്ട് സിനിമ കാണുവാനായിട്ട് പോകുമ്പോൾ ഞാൻ വാശി പിടിച്ച് കരയുമായിരുന്നു. അവർ എന്നെയും കൂടെ കൊണ്ടുപോകുവാൻ എല്ലാ രീതിയിലും ഞാൻ പ്രശ്നങ്ങൾ ഒപ്പിക്കുമായിരുന്നു. വാ വിട്ട് കരയുക, നെഞ്ചിലടിച്ച് കരയുക, വാതിൽ ചവിട്ടിപ്പൊളിക്കുക, അങ്ങനെ പല കലവാരികൾ ഞാൻ ഒപ്പിക്കുമായിരുന്നു. അവരെ കൂടെ ഓടിപ്പോകാതിരിക്കുവാനായിട്ട് എൻ്റെ സഹോദരങ്ങൾ കൂടെപ്പിറപ്പുകൾ എന്നെ പിടിച്ചു വെക്കുമായിരുന്നു. ചില വേളകളിൽ എൻ്റെ വാശിയുടെ മുന്നിൽ, എൻ്റെ ഷാഠ്യത്തിന് മുന്നിൽ അവർ കീഴടങ്ങുമായിരുന്നു. അങ്ങനെ എന്നെയും സിനിമയ്ക്ക് കൂട്ടുമായിരുന്നു. ഈ പിടിവാശിക്കാരനായ ഞാൻ ഒരു നോ പറഞ്ഞാൽ അതൊരു നോ തന്നെ ആയിരിക്കും. പിന്നെ ഒരു യെസ് ഇല്ല, അനങ്ങാപ്പാറ പോലെ ആയിരിക്കും ഞാൻ. ഇതായിരുന്നു എൻ്റെ വാശിയുടെ ഒരു ചെറിയ ഗ്രാഫ്. ഇപ്പോൾ കുറേയൊക്കെ മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വചനഭാഗത്ത് മറ്റൊരു പിടിവാശിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കണ്ടുമുട്ടുക, ഒരു കാനാൻകാരി സ്ത്രീ. എന്തുകൊണ്ടാണ് അവൾ ഒരു പിടിവാശിക്കാരിയാണെന്ന് പറയാൻ കാരണം, വലിയ ഒരു വാശി തനിക്ക് വേണ്ടത് അവൾ നേടിയെടുത്ത്, അതിനാലാണ് അവളൊരു പിടിവാശിക്കാരിയാണെന്ന് പറയാൻ കാരണം. സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, കാനാൻകാരി സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ യാചിക്കുകയാണ്. ഈശോയെ വിടാതെ പിന്തുടരുകയാണ്. ശിഷ്യന്മാരുടെ ഈ വാക്കുകളിൽ നിന്നും ഇത് വ്യക്തമാണ്. അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കർത്താവിനെ വെറുപ്പിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ വായിക്കുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് ഈശോ പറയുമ്പോൾ അവൾ അതിനും ഈശോയ്ക്ക് മറുപടി പറയുകയാണ്, അതേ കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് തിന്നുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും വിടാതെ പിന്തുടരുകയാണ്. അവളുടെ ആവശ്യം നിറവേറപ്പെടുവാൻ ഏതറ്റം വരെ പോകുവാനായിട്ട് അവൾ വാശിയോടെ തയ്യാറാവുകയാണ്. ഇവിടുത്തെ വാശിയാകട്ടെ ഒരമ്മയുടെ വാശിയാണ്. മകൾക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ടുള്ള വാശിയാണ്. മകളോടുള്ള ഒരമ്മയുടെ അതിരറ്റ സ്നേഹമാണ് ഈ വാശിക്ക് പിന്നിലുള്ളത്. അത്തരം വാശിയാകട്ടെ അതൊരു നല്ല വാശിയാണ്, സ്നേഹത്തിൻ്റെ വാശിയാണ്. അവളുടെ ആ തീവ്രമായ സ്നേഹത്തിൻ്റെ വാശിയുടെ മുൻപിൽ ഈശോ തോറ്റുകൊടുക്കുകയാണ്. ആ വാശിയുടെ ഫലം നമ്മൾ വചനത്തിൽ കാണുകയാണ്. യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യം ഉള്ളവളായി. പ്രിയപ്പെട്ടവരെ, ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ വാശിയുടെ മുൻപിൽ ഈശോ തോറ്റുകൊടുത്തു. അങ്ങനെ സ്നേഹത്തിൻ്റെ വാശി സൗഖ്യമായിട്ട് മാറി. മറ്റൊരിക്കൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, മർക്കോസ് 10:46 മുതൽ 52 വരെയുള്ള വചനത്തിൽ. വഴിയരികിൽ ഇരിക്കുകയായിരുന്ന അന്ധയാചകനായിട്ടുള്ള ബർത്തിമസ് നസ്രനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. എന്നാൽ ജനക്കൂട്ടം നിശബ്ദനായിട്ടിരിക്കുവാനായിട്ട് അവനോട് പറഞ്ഞു. അവനെ ശകാരിച്ചു. എന്നാൽ എത്രമാത്രം ജനക്കൂട്ടം അവനെ ശകാരിച്ചു, അവൻ കൂടുതൽ വീരോടെ, വാശിയോടെ, കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. ഒരു വിശുദ്ധിയുടെ വാശിയാണ് ഇവിടെ ദർശിക്കുക. തുടർന്ന് നമ്മൾ കാണുകയാണ്, പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് ഈശോ അടുക്കലേക്ക് കുതിച്ചു ചാടുന്ന ബർത്തിമേസിനെയാണ്. വിശുദ്ധമായ വാശിയോടുള്ള കുതിച്ചു ചാട്ടം അവന് കാഴ്ച ലഭിക്കുവാനായിട്ട് കാരണമായി. കാരണം അവൻ്റെ നിലവിളി യേശുവിൻ്റെ ചെവിയിലെത്തി. മറ്റുള്ളവർ തടഞ്ഞപ്പോൾ അവൻ കൂടുതൽ വിശ്വാസത്തോടെ വിളിച്ചു,
കാനാൻകാരി സ്ത്രീയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. വലിയ വിശ്വാസത്തോടെ ഈശോയുടെ പിന്നാലെ നടന്നു. ലൂക്ക 18 നമ്മൾ കാണുന്നുണ്ട്, എതിരാളികൾക്കെതിരെ നീതിക്ക് വേണ്ടി ഒരു ന്യായാധിപൻ്റെ അടുക്കൽ മുറിവിളി കൂട്ടുന്ന ഒരു വിധവയെ. ന്യായാധിപൻ ആദ്യം അവളെ ഗൗനിച്ചില്ല, പക്ഷേ അവൾ വിട്ടുകൊടുത്തില്ല. വാശിയോട് നിരന്തരം അയാളുടെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുത്തു. അയാളുടെ വാക്കുകൾ ഇത് വ്യക്തമാണ്. ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അങ്ങനെ അവളുടെ നിരന്തരമായ അപേക്ഷ ഒടുവിൽ ഫലം കണ്ടു. പ്രതിസന്ധിയിലും വീറോടെയുള്ള വിട്ടുകൊടുക്കാത്ത പരിശ്രമം നീതിയായിട്ട് മാറി. കാനാൻകാരി സ്ത്രീയുടെ വീറോടെയുള്ള വിട്ടുകൊടുക്കാത്ത പരിശ്രമം സൗഖ്യമായിട്ട് മാറി. ലൂക്ക 19 അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുക, ചുങ്കക്കാരിൽ പ്രധാനിയായിട്ടുള്ള സക്കേവസ് ഉയരം കുറവായതിനാൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് സിക്കമോർ മരത്തിൽ കയറുകയാണ്. ജനക്കൂട്ടം തടസ്സമായി നിലകൊണ്ടപ്പോൾ സക്കേവസ് മറ്റൊന്നും ചിന്തിച്ചില്ല. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചില്ല. അവൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്, യേശുവിനെ കാണണം. അതിന് തടസ്സമായിട്ട് നിലകൊണ്ടവയെ വാശിയോടെ മറികടന്നു. ഈശോയെ കാണുവാനുള്ള വാശി ജീവിതത്തിൽ സക്കേവസിനും കുടുംബത്തിനും രക്ഷയായിട്ട് മാറി. കാനാൻകാരി സ്ത്രീയുടെ വാശിയും രക്ഷയുടെ അനുഭവമായിട്ട് മാറി. പഴയ നിയമത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ വീണ്ടും വാശിയോടെ നിലകൊണ്ട ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയ നിരവധി വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. അതിലൊന്ന് വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച അബ്രഹാം വർഷങ്ങളോളം കാത്തിരുന്നു. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, വാശിയോടെ. ആ കാത്തിരിപ്പ് അനുഗ്രഹമായിട്ട് മാറി. വാശിയോടുള്ള കാത്തിരിപ്പ് അബ്രാഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവാക്കി മാറ്റി. പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് യാക്കോബ്. ഉൽപ്പത്തി 32:26 നമ്മൾ കാണുകയാണ്. രാത്രിയിൽ മുഴുവൻ ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബ് പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പിടിവാശി. ആ വിശ്വാസത്തിൻ്റെ പിടിവാശി വലിയ അനുഗ്രഹമായിട്ട് മാറി. യാക്കോബ് ഇസ്രായേലായിട്ട് മാറി. അനുഗ്രഹം കിട്ടുന്നവരെ ഞാൻ വിടില്ല. ഇതേ പിടിവാശിയായിരുന്നു കാനാൻകാരി സ്ത്രീയുടേത്. എൻ്റെ മകൾക്ക് കരുണ ലഭിക്കുന്നവരെ ഞാൻ പോകില്ല. പഴയ നിയമത്തിൽ മറ്റൊരു മനോഹരമായ മാതൃകയാണ് പ്രവാചകിയായ ഹന്ന. അവൾ ദേവാലയത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ ആദ്യം അവളെ തെറ്റിദ്ധരിച്ചു. എന്നിട്ടും അവൾ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. രാവും പകലും നിരന്തരം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, വാശിയോടെ പ്രാർത്ഥിച്ചു. അവളുടെ കണ്ണുനീര് ഒടുവിൽ അനുഗ്രഹമായിട്ട് മാറി. കാനാൻകാരി സ്ത്രീയും ഹന്യയും തമ്മിലുള്ള സാമ്യം എന്നത് രണ്ടുപേരും ഒരമ്മയുടെ ഹൃദയത്തോടെ ദൈവത്തിന് മുമ്പിൽ നിന്ന്. ഒരാൾ പറഞ്ഞു, എൻ്റെ അപമാനം നീക്കണമേ. മറ്റൊരാൾ പറഞ്ഞു, എൻ്റെ മകളെ സുഖപ്പെടുത്തണമേ. രണ്ടുപേർക്കും അനുഗ്രഹം ലഭിച്ചു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാനാൻകാരി സ്ത്രീയുടെ വാശി അത് അഹങ്കാരമല്ല. ഓർക്കാം, പിടിവാശി രണ്ട് തരമുണ്ട്. ഒന്ന് തെറ്റായ പിടിവാശി, എൻ്റെ അഭിപ്രായം മാത്രമാണ് ശരി, ആ മനോഭാവം. മറ്റൊന്ന് വിശുദ്ധ വാശിയാണ്. അതായത് ദൈവത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, ഞാൻ പ്രതീക്ഷ വച്ചിരിക്കുന്നു, അതിനാൽ ദൈവം എന്നെ കൈവിടുകയില്ല, ദൈവം എന്നെ സഹായിക്കും. കാനാൻകാരി സ്ത്രീയുടെ പിടിവാശി രണ്ടാമത്തതാണ്. അവൾ യേശുവിനോട് മത്സരിച്ചില്ല. അവൾ യേശുവിനെതിരെ അഹങ്കരിച്ചില്ല. അവൾ യേശുവിൻ്റെ കരുണയിൽ പിടിച്ചു നിന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തിൽ പ്രത്യേകമായിട്ട് കാണുന്നത് സ്ഥിരതയും വിനയവുമാണ്. അവൾക്കുടൻ മറുപടി ലഭിച്ചില്ല, എന്നിട്ടും അവൾ പിന്മാറിയില്ല. വാശിയോടെ ഈശോയെ വിട്ടുപോകാതെ നിലകൊണ്ട്. അങ്ങനെ അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അത് കൂടുതൽ പ്രകാശിച്ചു. ഇന്ന് നമുക്ക് കാനാൻകാരി സ്ത്രീയുടെ വിശുദ്ധ പിടിവാശി വളരെ ആവശ്യമാണ്. കാരണം ഇന്ന് കേരളത്തിലെ മാതാപിതാക്കളുടെ വേദനകളും വ്യത്യസ്തമല്ല. മക്കളുടെ പഠനം മുഴുവൻ സമ്മർദ്ദം, തൊഴിൽ പ്രതിസന്ധി, ലഹരി, സോഷ്യൽ മീഡിയയുടെ അടിമത്തം, മാനസിക ഏകാന്തത, വിദേശത്തേക്കുള്ള കുടിയേറ്റം, ഇവയെല്ലാം മാതാപിതാക്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ കാനാൻകാരി സ്ത്രീയെപ്പോലെ മാതാപിതാക്കൾ യേശുവിനോട് പറയണം, കർത്താവേ, എൻ്റെ മക്കളോട് കരുണയായിരിക്കണമേ എന്ന്. പ്രിയ യുവജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നിശബ്ദനായിട്ട് തോന്നാം.
പ്രാർത്ഥിച്ചിട്ടും വാതിലുകൾ തുറക്കാത്ത പോലെ തോന്നിയേക്കാം. അപ്പോൾ കാനൻകാരി സ്ത്രീ ഓർക്കണം, പിന്മാറരുത്. പരാജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അവസാന വാക്കല്ല. തൊഴിൽ ലഭിക്കാത്ത നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ വീണ്ടും അന്വേഷിക്കുക. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കുക. പരീക്ഷയിൽ പരാജയപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയമല്ല. ഒരു സ്വപ്നം തകർന്നാൽ പുതിയ സ്വപ്നമായിട്ട് എഴുന്നേൽക്കുക. മറ്റുള്ളവർ നിങ്ങളെ നിരസിച്ചാലും ദൈവം നിങ്ങളെ നിരസിക്കുന്നില്ല. പ്രാർത്ഥനയിൽ തുടരുക. ദൈവത്തിന് മുൻപിൽ വിശുദ്ധമായ പിടിവാശിയുള്ളവരാകുക. അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നു വാഗ്ദാനത്തിൽ പിടിച്ചു നിൽക്കുക. യാക്കോബ് പഠിപ്പിക്കുന്നു അനുഗ്രഹം ലഭിക്കുന്നതുവരെ ദൈവത്തെ വിടരുത്. ഹന്ന പഠിപ്പിക്കുന്നു കണ്ണീരിലും പ്രാർത്ഥനയിലും ഉപേക്ഷിക്കരുത്. ബർത്തലോമസ് പഠിപ്പിക്കുന്നു മറ്റുള്ളവർ തടഞ്ഞാലും യേശുവിനെ വിളിക്കുക. വിധവ പഠിപ്പിക്കുന്നു നീതിക്കായിട്ട് സ്ഥിരതയോടെ നിലകൊള്ളുക. സഖ്യവസ് പഠിപ്പിക്കുന്നു തടസ്സങ്ങളെ മറികടന്ന് യേശുവിനെ തേടുക. എന്നാൽ കാനൻകാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നു ഇവയെല്ലാം ഒരുമിച്ച് വേണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ പിടിവാശി അഹങ്കാരത്തിൻ്റെതാകരുത്, വിശ്വാസത്തിൻ്റെതാകണം. നമ്മുടെ പിടിവാശി വിദ്വേഷത്തിൻ്റെതാകരുത്, സ്നേഹത്തിൻ്റെതാകണം. നമ്മുടെ പിടിവാശി വിഭജനത്തിൻ്റെതാകരുത്, സമാധാനത്തിൻ്റെതായിരിക്കണം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാനൻകാരി സ്ത്രീയുടെ പിടിവാശി പോലെ ഞങ്ങളുടെ പിടിവാശികളെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പിടിവാശിയാക്കണമേ എന്ന്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.